ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ 4 മണിക്കത്തെ ഒരു അടിപൊളി ചായക്ക് കടിയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല പഴവും മുട്ടയും തേങ്ങയും മൈദയും പഞ്ചസാരയും ഒക്കെ പാടിട്ടിട്ടൊരു ചായക്ക് കടിയിട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല വലിയ പഴം നോക്കി കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ടുവന്നാട്ടോ. അപ്പോൾ പഴംപൊരി ഇന്ന് വേണ്ട, അപ്പോൾ നമുക്ക് എന്നുണ്ടല്ലോ പഴംപൊരിയും പഴം വാട്ടും ഒക്കെ ചെയ്യണം. അപ്പോൾ ഒന്ന് നമുക്ക് വേറൊരു വിധത്തിലൊരു ചായക്കടി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ പഴമൊക്കെ അതാ നമ്മൾ പഴംപൊരിക്ക് നീളത്തിൽ കട്ട് ചെയ്യൂലേ, അതുപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും അങ്ങനെ ഒരുപാട് നെയ്സൊന്നും ആക്കണ്ട. ഒരു പഴത്തിന് നമ്മൾ 3 ഭാഗമാക്കുക. 2 പുറവും നടുവത്തെ സൈഡ് കേട്ടോ. അങ്ങനെ 4 ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴം കുട്ടികൾ ക്ഷീണിച്ച് വരികയാവൂലേ, അപ്പോൾ അവർക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മളത് പള്ളർച്ചുണ്ടാക്കി കൊടുക്കണം. തുള്ളിയൊക്കെ ഇവിടെ പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലോണം ചിലപ്പോൾ ആരും തൊട്ട് നോക്കൂല കേട്ടോ. എന്തെങ്കിലും ഉണ്ടായി ചിലപ്പോൾ നല്ല ഇഷ്ടമാകും കുട്ടികൾക്ക് വന്നാലൊക്കെ. ഇഷ്ടമുള്ള സാധനമാണ് ആവണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പഴമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുട്ടയോ പഴമൊക്കെ തിന്നാൻ വേണ്ടി, പഴമൊന്നും ഇങ്ങനെ പച്ചക്ക് ഇവിടെ തിന്നല്ല കേട്ടോ. അപ്പുറം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാലേ ഒരു കഴിക്കുള്ളൂ. അപ്പോൾ പഴം വെച്ചാലിങ്ങനെ അങ്ങനെ പോകും. പിന്നെയും നമ്മളുള്ളത് കൊണ്ട് പിന്നെ കളയേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് പിന്നെ എന്തും പോകുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ പഴമൊക്കെ സൂപ്പറായി കട്ട് ചെയ്ത് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടോ. ഇനി നമുക്ക് ഇതാ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം, കുറച്ച് എണ്ണ ഇട്ട്. അപ്പോൾ നമ്മൾ നെയ്യ് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ പഴമൊക്കെ അതങ്ങനെ 2 സൈഡ് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. നമ്മൾ റൗണ്ടിൽ കഴിഞ്ഞിട്ട് വാട്ടിയെടുക്കുക. അതുപോലെ ഇതൊന്ന് നീളത്തിൽ വെച്ചിട്ട് വാട്ടിയെടുക്കുക. 2 സൈഡ് അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങനെ മറിച്ചിട്ടുകൊണ്ട് കൊടുക്കുക കേട്ടോ. ഒരു കളർ ചേഞ്ച് വരുന്ന വരെ അപ്പുറം ഇപ്പുറം നല്ലോണം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചട്ടി വലിയ വലിപ്പമില്ലാത്തതുകൊണ്ട് ചെറുതാട്ടോ. അപ്പോൾ ഒരു 3-4 ആ രീതിയിൽ ഇട്ട് കൊടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് അടുത്ത ഇത് നോക്കാം കേട്ടോ. ഇതാ നമ്മളെ പഴമൊക്കെ അങ്ങനെ നല്ലോണം വാട്ടി ഒക്കെ റെഡിയാക്കി എടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വാട്ടിയെടുക്കാണ്ട്. അപ്പോൾ ഞാനൊരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഓവറായിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു മധുരം മതി. ഓവർ മധുരമായി നമുക്കത് കഴിക്കുമ്പോൾ വേഗം ഒരു മടുപ്പ് തോന്നും കേട്ടോ. കുത്തണ മധുരമായാൽ. അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഏലക്കായാണ് കേട്ടോ, മുഴുവനായിട്ടുള്ളത്, പൊടിയില്ല. അപ്പോൾ ഞാൻ അത് നമ്മൾ ഒരു മാവ് ബാറ്റർ തയ്യാറാക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടെ ഇട്ടിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കാണ്ട് അപ്പോൾ നമുക്ക് ഏലക്കായ ഇടാമെന്ന് വെച്ചിട്ട് അങ്ങനെ തേങ്ങയും പഞ്ചസാരയും മാത്രം വാട്ടി. അപ്പോൾ നമ്മൾ പഴം റെഡിയായി, തേങ്ങ റെഡിയായി കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ നമ്മൾ ഒരു 2 കോഴിമുട്ട എടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിൻ്റെ ജാറൊക്കെ പൊട്ടിച്ചെടുത്ത് കൊടുക്കുക. 2 മതി കേട്ടോ. നമുക്ക് എത്രയും ആവശ്യം മതി അതിനനുസരിച്ച് നമുക്കുണ്ട്. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2-3 കയ്യിൽ മൈദപ്പൊടി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 2 കയ്യിൽ കുറച്ചുകൂടി കേട്ടോ, ഒരു 2 കയ്യിലും പിന്നെ ഒരു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ മധുരത്തിൻ്റെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഏലക്കായ് പൊടിയില്ല എന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് ഏലക്കായിൻ്റെ ഇതാട്ടോ, പൊടിയല്ല. അപ്പോൾ അത് 2-3 ഏലക്കായ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു ലൂസായിട്ടുള്ളൊരു ബാറ്റർ കേട്ടോ, ഒരുപാട് കട്ടിയിലൊന്നും ആവശ്യമില്ല, നല്ല ലൂസായിട്ടുള്ളത് തന്നെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഇതാ നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലോണം ലൂസാക്കി തന്നെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആ ബാറ്റർ അടിപൊളിയായിട്ട് റെഡിയായി. ഞാൻ കുറച്ചുകൂടി ഒന്നുകൂടി ഈ മിക്സിൻ്റെ ജാറൊന്ന് വെള്ളം ചറ്റിപ്പാറിട്ട് ഒന്നുകൂടി ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ പാനൊക്കെ ചൂടായിക്കണം. ഇനി നമുക്ക് ഇതുപോലൊരു
അപ്പങ്ങൾ ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പം നല്ല മിനുസ്സായിട്ടുള്ളൊരു അപ്പമാണ്. കട്ടിയിൽ ചുടുമ്പോൾ വേറൊരു രസം ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്ക് നൈസാക്കി ഇങ്ങനെ തൊട്ടിട്ട് അപ്പം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് നമ്മൾ വാട്ടി വെച്ച നാളികേരവും പിന്നെ അത് പഞ്ചസാരയൊക്കെ ഇട്ട നാളികേരം അതൊന്ന് ആ ഭാഗത്തിട്ട് കൊടുത്തിട്ട് ഒരു 2-3 പഴം നമുക്ക് ആ സൈഡിലുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ഇത് നമ്മൾ ഒരു ഭാഗം അപ്പം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് അപ്പുറത്തേക്ക് വെക്കുക. ഇനി ഈ അപ്പച്ചട്ടീൻ്റെ ബാക്കി ഈ ഭാഗത്ത് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് കട്ടില്ലാതെ. എന്നിട്ട് ഈ സൈഡ് വേകുമ്പോൾ ഇവിടെയും തേങ്ങയും പിന്നെ പഴം ഇട്ടെടുത്ത് ഇങ്ങോട്ടൊന്ന് മറിച്ചിടുക. എന്നിട്ട് അപ്പുറത്തേക്കും അങ്ങനെ 2 സൈഡും നമ്മൾ എത്രത്തോളം നമുക്ക് മാവും പഴവും കൂട്ടുണ്ട് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങനെ മാറ്റി മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആ സൈഡ് കണ്ടില്ല, അത് ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് മറിച്ചിടുക. അങ്ങനെ നല്ല ഒരു കട്ടിയിലുള്ള സംഭവം കേട്ടോ. നമ്മൾ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സംഭവം പോലെ വരും കേട്ടോ അത്. അപ്പോൾ അതാ അവിടെയും പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ ഇതിൻ്റെ തീരുന്ന വരെ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണക്കൊന്നുമില്ല, കട്ടി വേണമെങ്കിൽ കട്ടിയിലുണ്ടാക്കുക, അല്ലാത്തവർക്ക് കട്ടിയില്ലാതെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവം അങ്ങനെ മറിച്ചിട്ട് ലാസ്റ്റ് ഇതാ ഈ പരുവായിട്ടോ. അപ്പോൾ ഇത് ആയിക്കണ്. ഇനി ഒരുപാട് ആ സൈഡും കൂടി ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് ഇതാട്ടോ ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല ശരിക്ക് വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറിയ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മൾ ഇവിടെ 5 പേരാണുള്ളത്. അപ്പോൾ 5 ആൾക്കും ഓരോ പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിന്നാൽ തന്നെ നമുക്ക് വയറൊക്കെ ഫുള്ളാകും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു മണവും ആ ഏലക്കായും മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു വെറൈറ്റി സംഭവം കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ നമ്മളതാ ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ.